നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പറവൂർ ചാലിക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയും കണ്ണൂർ ഇരിക്കൂർ പെരുവിലത്തുപറമ്പ് നൂർ മഹലിൽ മജീദിന്റെയും സറീനയുടെയും മകൾ ഫാത്മ ഷഹനയാണ് മരിച്ചത്. കോറിഡോറിനും ചുമരിനുമിടയിലുള്ള വിടവിലൂടെ ഷഹന അബദ്ധത്തിൽ താഴേക്ക് വീണെന്നാണ് FIRൽ പറയുന്നത്. കോറിഡോറിൽ ഇരുമ്പ് കൈവരികളുണ്ട്. ഇതിന് സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലം ജിപ്സം ബോർഡ് കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. 5ാം നിലയിൽ താമസിച്ചിരുന്ന ഷഹാന 7ാം നിലയിലെ കൈവരിക്ക് മുകളിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നുവെന്ന് കോളേജ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജിപ്സം ബോർഡ് തകർത്താണ് ഷഹാന താഴേക്ക് വീണത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ കോറിഡോറിൽ വെച്ച് ശനിയാഴ്ച രാത്രി 11:05 അപകടമുണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പുലർച്ചെ മരിച്ചു. മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടെ താഴെ പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഷഹാന കാൽവഴുതി വീണതാണെന്നാണ് കൂട്ടുകാരികൾ പറയുന്നത്. ഷഹാനയുടെ അപകടം സുഹൃത്തുക്കളുമൊത്ത് കളിക്കുന്നതിനിടെയാണെന്ന് പോലീസും പറയുന്നു. ഹോസ്റ്റലിനുള്ളിലെ വരാന്തയിലെ കൈവരിയിൽ നിന്ന് അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു. തീപിടുത്തം പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ജിപ്സം ബോർഡ് തകർത്താണ് കുട്ടി താഴേക്ക് വീണത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു ഹോസ്റ്റലിലെ 5ാം നിലയിലെ മുറിയിൽ താമസിക്കുന്ന ഫാത്തിമത്ത് ഷഹാന കൂട്ടുകാരികളുമായി 7ാം നിലയിലേക്ക് എത്തിയത്. കോറിഡോറിലെ കൈവരിക്ക് മുകളിൽ ഇരുന്ന് സുഹൃത്തിനൊപ്പം ഫോണിൽ കളിച്ചും സംസാരിച്ചു നിന്ന വിദ്യാർത്ഥിനി അപ്രത്യക്ഷമായി താഴേക്ക് വീഴുകയായിരുന്നു എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തീപിടുത്തം പ്രതിരോധിക്കാനുള്ള ഫയർ എക്സിക്യൂഷൻ മറച്ചിരുന്ന ജിപ്സം ബോർഡ് തകർത്ത് ഫാത്തിമ താഴേക്ക് വീഴുന്നതാണ് കണ്ടത്. എന്നാൽ എന്തിനു വേണ്ടിയാണ് നെഞ്ചൊപ്പം ഉയരമുള്ള കൈവരയിൽ വിദ്യാർത്ഥിനി കയറിയിരുന്നത്? ഫോണോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഈ വിടവിലൂടെ വീണപ്പോൾ എടുക്കാനായി ചാടി ഇറങ്ങിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവ് ഉണ്ടായിരുന്നു. പിന്നീടാണ് താഴെ പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഷഹാന കാൽ വഴുതി വീണതാണെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത്. കൈവരിക്ക് മുകളിൽ ഇരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നുവെന്നാണ് കോളേജ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിലൂടെ വിശദമാക്കിയത്. കോറിഡോറിനും ചുമരിനുമിടയിലുള്ള വിടവിലൂടെ അബദ്ധത്തിൽ വിദ്യാർത്ഥി താഴേക്ക് വീണെന്നാണ് FIRലും പറയുന്നത്. കണ്ണൂർ ഇരിക്കൂർ സ്വദേശിനിയാണ് മരിച്ച ഫാത്തിമത്ത്. കോറിഡോറിൽ ഇരുമ്പ് കൈവരികളുണ്ട്. ഇതിന് സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലത്ത് ജിപ്സം ബോർഡ് കൊണ്ടായിരുന്നു മറച്ചിരുന്നത്. കൈവരികൾക്ക് മുകളിൽ ഇരുന്നപ്പോൾ അബദ്ധത്തിൽ ജിപ്സം ബോർഡ് തകർത്ത് താഴേക്ക് വീഴാനാണ് സാധ്യതയെന്നാണ് പോലീസ് പറയുന്നത്. ഹോസ്റ്റലിലെ 7ാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോളേജ് ഹോസ്റ്റലിൽ പരിശോധന നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.